ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളായി. കേരളം ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ ഇന്നു മുതൽ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തിരഞ്ഞെടുപ്പിന് രാജ്യം പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും 26 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെയും തീയതികളും പ്രഖ്യാപിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ കേരളത്തിൽ യാഥാർത്ഥ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമിയിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്തോനേഷ്യയുടെ ജോനാഥൻ ക്രിസ്റ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു. 7 ഘട്ടങ്ങളായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുക. ഏപ്രിൽ 19-ന് തമിഴ്നാട്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് കൂടാതെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന 1ാം ഘട്ടം തെരഞ്ഞെടുപ്പോടെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിന് നാന്ദി കുറിക്കും. ആദ്യഘട്ടത്തിൽ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. കേരളം ഉൾപ്പെടുന്ന 2ാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലും 3ാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളിലും 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലും 5ാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങളിലും 6ാം ഘട്ടത്തിലും 7ാം ഘട്ടത്തിലും 57 വീതം മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ആകെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സദ്ധുവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടൊപ്പം സന്നിഹിതരായിരുന്നു. മാർച്ച് 28-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 26-ന് ഒറ്റഘട്ടമായി നടക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ 2ാം ഘട്ടത്തിലാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം ഏപ്രിൽ 4. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-ആണ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനൊപ്പം 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതിയും 26 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. സിക്കിം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങൾ ഏപ്രിൽ 19-നും ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങൾ മെയ് 13-നും നിയമസഭകളിലേക്കുള്ള ജനവിധി തേടും. വിവിധ സംസ്ഥാനങ്ങളിലെ 26 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലായി നടക്കും. 17ാം ലോക്സഭയുടെ കാലാവധി ജൂൺ 16-ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ 7 ഘട്ടങ്ങളിലായി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19-ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പിന് രാജ്യം പൂർണ്ണ സജ്ജമാണെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും സന്ദർശനം നടത്തി എല്ലാ ഒരുക്കങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം. രാജ്യത്താകെ 96.8 കോടി വോട്ടർമാരിൽ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. 48,000 ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. രാജ്യത്തെ യുവ വോട്ടർമാർ 19.74 കോടി പേരാണ്. കൂടാതെ 1.8 കോടി വോട്ടർമാർ ഇത്തവണ ആദ്യമായി ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകും. കന്നി വോട്ടർമാരിൽ 85 ലക്ഷം പേർ പെൺകുട്ടികളാണ്. തിരഞ്ഞെടുപ്പിലേക്കായി 10.5 ലക്ഷം പോളിംഗ് ബൂത്തുകളും 55 ലക്ഷം EVMകളുമാണ് രാജ്യത്താകെ സജ്ജീകരിച്ചിട്ടുള്ളത്. ബൂത്തുകളിൽ വോട്ടർമാരുടെ സൌകര്യാർത്ഥം കുടിവെള്ളവും ശൌചാലയവും ഉറപ്പാക്കുമെന്നും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൂടാതെ 85 വയസ്സിന് മുകളിലുള്ളവർക്കും 40%-ലേറെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും വോട്ട് ഫ്രം ഹോം സംവിധാനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കും. നോ യുവർ കാൻഡിഡേറ്റ് ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കും. സുഗമവും കുറ്റമറ്റതുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കും. ഓൺലൈൻ പണമിടപാടുകളും സമൂഹ മാധ്യമങ്ങളും നിരീക്ഷിക്കും. വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും.
പ്രശ്നബാധിത പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തും. അതിർത്തികളിൽ ഡ്രോൺ നിരീക്ഷണവും ആക്രമണങ്ങൾ തടയാൻ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം വീണ്ടും തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവച്ചത്. റേഷൻ വിതരണം എല്ലാ കാർഡുകാർക്കും സാധാരണ നിലയിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്തോനേഷ്യയുടെ ജോനാഥൻ ക്രിസ്റ്റിയെ നേരിടും. ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിലാണ് മത്സരം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വികസിത രാജ്യങ്ങളിലുള്ള പ്രോട്ടോകോളുകളുടെ മാതൃകയിലാണ് സംസ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആവിഷ്കരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഒരു റിപ്പോർട്ട്. ആശുപത്രി ജീവനക്കാർ, രോഗികൾ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുൻകൂട്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അതിക്രമമുണ്ടായാൽ സുരക്ഷ ഉറപ്പാക്കാനായുള്ള നടപടിക്രമങ്ങൾ, റിപ്പോർട്ടിംഗ്, തുടർ പ്രവർത്തനങ്ങൾ എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നതാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ. ഇതോടൊപ്പം ജീവനക്കാർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കാനും നിയമപരിരക്ഷ ഉറപ്പാക്കാനുമുള്ള നിർദ്ദേശങ്ങളും പ്രോട്ടോകോളിലുണ്ട്. പോലീസിലെയും ആരോഗ്യവകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചാണ് കോഡ് ഗ്രേ പ്രോട്ടോകോളിന് രൂപം നൽകിയത്. പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷാ ജീവനക്കാർക്കും പ്രത്യേക പരിശീലനം നൽകുമെന്നും പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന് പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ലക്ഷദ്വീപിൽ പെട്രോൾ, ഡീസൽ വിലയിൽ വൻ കുറവ്. ആന്ത്രോത്തിലും കൽപ്പേനിയിലും ലിറ്ററിന് 15 രൂപ 30 പൈസയും കവരത്തിയിലും മിനിക്കോയിലും 5 രൂപ 2 പൈസയും കുറയും. സംസ്ഥാനത്തെ അങ്കണവാടികൾക്കുള്ള മെഡിസിൻ കിറ്റ് വിതരണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. അങ്കണവാടി സർവീസസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 33,115 അങ്കണവാടികൾക്കാണ് പ്രഥമ വൈദ്യ ശുശ്രൂഷ ഇനത്തിൽപ്പെട്ട 12 ഇനങ്ങളടങ്ങിയ മെഡിസിൻ കിറ്റ് വാങ്ങി വിതരണം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 2024-25 ലീവ് സറണ്ടർ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും GPF ഇല്ലാത്തവർക്കും ആനുകൂല്യം പണമായി ലഭിക്കും. മറ്റുള്ളവർക്ക് PF-ൽ ലയിപ്പിക്കും. NHM ആശാപ്രവർത്തകരുടെ ശമ്പളവും ഓണറേറിയവും വിതരണം ചെയ്യാൻ 40 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് എത്തിക്കുന്നതിന് സംഘങ്ങൾക്കുള്ള ഇൻസെന്റീവ് 12.88 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ വിതരണത്തിനുള്ള തുകയാണിത്. കനിവ് 108 ആംബുലൻസിന്റെ സേവനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സജ്ജമാക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ ട്രയൽ റൺ ആരംഭിച്ചു. 108 ആംബുലൻസിന്റെ സേവനം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകുന്ന തരത്തിലാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളായി. കേരളം ഏപ്രിൽ 26 പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെണ്ണൽ ജൂൺ 4. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ ഇന്നു മുതൽ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പിന് രാജ്യം പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും 26 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെയും തീയതികളും പ്രഖ്യാപിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ കേരളത്തിൽ യാഥാർത്ഥ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമിയിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്തോനേഷ്യയുടെ ജോനാഥൻ ക്രിസ്റ്റിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.